എൻ്റെ പേര് ജോസ് പാലക്കത്തറ. ഞാൻ കഴിഞ്ഞ 28 വർഷമായിട്ട് അമേരിക്കയിൽ സ്ഥിരതാമസക്കാരനാണ്. റിട്ടയർമെൻറ്റിന് ശേഷം നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാവുന്നൊരാഗ്രഹത്തിൻ്റെ പുറത്ത് നാട്ടിലേക്ക് വന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗ്രാമീണ അന്തരീക്ഷം കിട്ടുകയും തിരക്കുകളിൽ നിന്ന് മാറി എന്നാൽ എല്ലാ സൗകര്യമുള്ള ഒരു സ്ഥലത്തെപ്പറ്റി അന്വേഷിച്ചാണ് ഞാനിങ്ങനെ കോതമംഗലത്ത് വന്ന് പെടാൻ കാരണം. ഇവിടെ വളരെ പേര് കേട്ട ചെറിയ പള്ളി, ആ പള്ളിയോടനുബന്ധിച്ച് തന്നെ എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് കോളേജ്, ഡെൻ്റൽ കോളേജ് എന്ന് വേണ്ട ലോ കോളേജ് ഒഴിച്ചുള്ള എല്ലാ കോളേജും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. എല്ലാ സൗകര്യങ്ങളും, ഹോസ്പിറ്റല്, എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലവും നല്ല അന്തരീക്ഷം, ഗ്രാമീണ അന്തരീക്ഷമുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ ഒരു ചെറിയ വീട് വാങ്ങാം എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഷെയ്ഡ്സിൻ്റെ ഇമോയിസ് എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റ് ഇവിടെ വിൽപ്പനയ്ക്കുണ്ടെന്ന് അറിയുകയും അതുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തത്. അങ്ങനെ ഇത് വന്ന് കാണാൻ ഒരവസരം കിട്ടി. ഞാൻ വന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റമാണ്. 24 hours ഫുൾ സെക്യൂർഡായിട്ട് ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണിത്. എനിക്ക് വേറൊരു ഫ്ലാറ്റ് കാക്കനാടുണ്ട്. പക്ഷേ അതും വെച്ച് നോക്കുമ്പോൾ ഇതിൽ കുറച്ചുകൂടെ ഫെസിലിറ്റീസ് ഇതിനകത്ത് കൂടുതലായിട്ട് എനിക്ക് കുറച്ചുകൂടെ സൗകര്യങ്ങൾ കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. കൂടാതെ നല്ല അന്തരീക്ഷവും വായുവും നല്ല വെള്ളവും. അങ്ങനെ ഞാനിത് വാങ്ങി ഇവിടെ താമസം തുടങ്ങിയതിന് ശേഷം ഞാൻ ഇതിനകത്ത് കുറച്ച് ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ ബിൽഡർ തന്നെ അവരുടെ ജോലിക്കാരെ തന്നെ വിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരികയും വളരെ കുറഞ്ഞ ചിലവിൽ ഒരു ഇൻറ്റീരിയർ വർക്ക് എനിക്ക് ചെയ്യാനും സാധിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഇതിനൊരു അസോസിയേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് പോകാമെന്ന് ഇതിൻ്റെ ബിൽഡർ കൂടിയായ ബിനോയ് എബ്രഹാം പറയുകയും അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സഹകരണത്തോടു കൂടി ഒരു അസോസിയേഷൻ രൂപീകരിക്കുകയും അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുകയും ചെയ്ത് നല്ല രീതിയിലേക്ക് ഈ അസോസിയേഷൻ മുമ്പോട്ട് പ്രവർത്തനം തുടരുകയും ചെയ്യുകയാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രോജക്റ്റ് കൂടി കോതമംഗലത്ത് സെഡാർ ഹൈറ്റ്സ് എന്ന പേരിൽ പുതുതായി ആരംഭിക്കുന്നുണ്ട്. അത് ഇതിനേക്കാൾ ഒന്നുകൂടി മെച്ചമായ രീതിയിൽ എല്ലാ സൗകര്യത്തോടും കൂടി അതിൻ്റെ എല്ലാ ആശംസകളും ഞാൻ ഇതോടൊപ്പം നേരുന്നു. താങ്ക് യു.